പനയന്നറ ദേവീക്ഷേത്രത്തിലെ ദേവിയുടെ പ്രതിപുരുഷനായിട്ടാണ് ഞാനിവിടെ നിലകൊള്ളുന്നത്. നിങ്ങളെ കാത്ത് ഒരു ദേവി അവിടെ കാത്തേക്കും എന്ന് പറഞ്ഞു. എൻ്റെ പേര് അനിൽകുമാർ. പനയന്നറ ദേവീക്ഷേത്രത്തിലെ ദേവിയുടെ പ്രതിപുരുഷനായിട്ടാണ് ഞാനിവിടെ നിലകൊള്ളുന്നത്. വർഷങ്ങളായിട്ട് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. തിരുവാങ്കൂർ ദേവസ്വം ബോർഡിൻ്റെ അമ്പലപ്പുഴ ക്ഷേത്രത്തിൻ്റെ ഏക കീഴൂട്ട് ക്ഷേത്രമാണ് കരൂർ പനയന്നാർകാവ് ദേവീക്ഷേത്രം. അമ്പലപ്പുഴ എയുടെ നിയന്ത്രണത്തിലാണ് ഇവിടെ പ്രവർത്തനം നടക്കുന്നത്. ഭദ്രകാളി സൗമ്യരൂപിണിയായിട്ട് നിലകൊള്ളുന്ന പനയന്നാർകാവിലെ അമ്മ എന്ന് പറയുന്നത് ഇവിടെ ഉപദേവതകളായിട്ട് അയ്യപ്പന്, ഗണപതി, യക്ഷിയമ്മ, സർപ്പത്തന്മാർ ഇവരൊക്കെയാണ് നിലവിലുള്ളത്. ദേവിക്കും യക്ഷിയമ്മയ്ക്കും തുല്യ പ്രാധാന്യം ആണ് ഇവിടെ ഉള്ളത്. ഇവിടുത്തെ പ്രധാന ചടങ്ങുകൾ എന്ന് പറയുന്നത് ധനുമാസം 5-ാം തീയതി നടക്കുന്ന ആഴിപൂജ, ജൂൺ 20-ാം തീയതി നടക്കുന്ന പൊങ്കാല, മീനഭരണി എന്നീ 3 ആഘോഷങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ട് നടത്തപ്പെടുന്നത്. അമ്പലപ്പുഴ ക്ഷേത്രത്തോളം തന്നെ പഴക്കമുള്ള ഐതിഹ്യ പെരുമയുള്ള ഒരു ക്ഷേത്രമാണ് പനയന്നറ ദേവീക്ഷേത്രം. ചെമ്പശ്ശേരി രാജാവ് വാണിടുന്ന കാലത്ത് അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ 9-ാം ഉത്സവത്തിന് ഒരു ആന ചരിയുകയുണ്ടായി. ഉത്സവ കാര്യങ്ങൾ മുടക്കം വരും എന്നതിനാൽ ദേവപ്രശ്നത്തിൽ ഉടൻ തന്നെ, അന്ന് വണ്ടികളൊന്നും ഇല്ലാത്ത കാലത്ത്, വള്ളത്തിൽ നിങ്ങൾ പോവുക, നിങ്ങളെ കാത്ത് ഒരു ദേവി അവിടെ കാത്തേക്കും എന്ന് പറഞ്ഞു. അങ്ങനെ വള്ളം മാന്നാർ പനയന്നാർകാവ് അമ്പലം വരെ എത്തുകയും അവിടെ കാത്തു നിന്ന ദേവിയുമായിട്ട് വള്ളം തിരിച്ച് അമ്പലപ്പുഴ എത്തുകയും ചെയ്തു. ചരിഞ്ഞു കിടന്ന ആനയുടെ തൊട്ട് തലവടിക്കൊണ്ട് ദേവിയുടെ ശക്തി ആനയിൽ പ്രവേശിച്ച് ആന നടന്ന് അമ്പലപ്പുഴ റെയിൽവേ സ്റ്റേഷന് തെക്കുവശത്തുള്ള ആനമുടി എന്ന സ്ഥലം വരെ എത്തിക്കഴിഞ്ഞപ്പോൾ ആന ചരിയുകയാണ് ഉണ്ടായി. അങ്ങനെ ഉത്സവം ഭംഗിയായിട്ട് നടക്കുകയും ചെയ്തു. എന്നാൽ ആ ദേവിയെ പിന്നീട് കാണാൻ സാധിച്ചില്ല. വീണ്ടും പ്രശ്നം വെച്ച് കഴിഞ്ഞപ്പോൾ അമ്പലപ്പുഴ ശ്രീകൃഷ്ണൻ്റെ വലതുഭാഗത്തായിട്ട് 100 വാര അകലത്തിൽ തനിക്കൊരു ക്ഷേത്രം പണിത് തരണമെന്നും താൻ അവിടെ കുടികൊള്ളാമെന്നും ദേവി അരുളിപ്പാട് ചെയ്തതായിട്ട് അറിയുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഇവിടെ ക്ഷേത്രം പണികഴിപ്പിച്ച് പാലക്കാട്ട് ഉള്ള ബ്രാഹ്മണരായ കിളിയാട്ടില്ലത്തക്കാർക്കാണ് ഇതിൻ്റെ അവകാശവും രാജാവ് കൽപ്പിച്ച് നൽകിയത്. തുടർന്ന് ദേവസ്വം ബോർഡ് ഈ ക്ഷേത്രം ഏറ്റെടുക്കുകയും അതിനുശേഷം എല്ലാവിധ ചിലവുകളും പൂജകളും മറ്റു കാര്യങ്ങളും തിരുവാങ്കൂർ ദേവസ്വം ബോർഡാണ് ഇത് നടത്തിക്കൊണ്ടു പോരുന്നത്. ഈ ഐതിഹ്യ പെരുമയിൽ നമ്മൾക്ക് എല്ലാവർക്കും വിശ്വാസമുള്ളതിനാൽ ഇവിടെ വന്ന് കൈകൂപ്പുന്നവർക്കെല്ലാം തന്നെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ് ഇവിടെ കമ്മിറ്റിയിൽ പ്രവർത്തിച്ചിരിക്കുന്നവരെല്ലാം തന്നെ നല്ല രീതിയിൽ രക്ഷപ്പെടുകയും ചെയ്ത് എല്ലാ ഐശ്വര്യങ്ങളും ഈ ദേവി എല്ലാവർക്കും നൽകുന്നതായിട്ടാണ് അനുഭവത്തിലുള്ളത്. അമ്പലപ്പുഴ ഗോകുമാർ സാർ ഉൾപ്പെടെ നിരവധി ആളുകൾ ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ളതാണ് കമ്മിറ്റിയിൽ. അവരെല്ലാം ഇവിടെ പ്രവർത്തിച്ചവരാരും തന്നെ
മോശമായിട്ടില്ല. എല്ലാവരും സാമ്പത്തികമായിട്ടും ഐശ്വര്യത്തോടും നിലകൊള്ളുന്ന അവസ്ഥയാണ് ഇവിടുത്തെ പ്രവർത്തനത്തിൻ്റെ രീതി. ഇവിടെ പ്രവർത്തിക്കുന്നവർക്ക് അനുഗ്രഹം ചൊരിയുമെന്നുള്ളത് എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് തന്നെ പറയാവുന്നതാണ്. ഉടുതുണിക്കും മറുതുണിയില്ലാതെ വളരെ ദാരിദ്ര്യാവസ്ഥയിൽ മാത്രം ഇവിടെ പ്രവർത്തിക്കാൻ എത്തിയ ഇന്ന് ഞാൻ സാമ്പത്തികമായി വളരെ ഉന്നതിയിൽ എത്തുവാൻ സാധിച്ച് ദേവിയുടെ കടാക്ഷം കൊണ്ട് മാത്രമാണെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൂടാതെ തന്നെ തൊട്ട് സമീപത്തുള്ള ഒരു കക്ഷി നിരീശ്വരവാദിയായിരുന്നു. ആ നിരീശ്വരവാദിയായ കക്ഷി അമ്പലത്തിൽ മൈക്ക് വെക്കുന്നതിനും മറ്റുള്ളതിനുമൊക്കെ എതിര് നിന്നുകൊണ്ടിരുന്ന ആള് ഒരു പ്രാവശ്യം രാത്രിയിൽ ദേവിയുടെ സ്വപ്നം കാണുകയും തുടർന്ന് അയാൾ ആ അമ്പലത്തിന് വേണ്ടിയിട്ട് ജീവിതകാലം മൊത്തം എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ച് അയാൾ ഉന്നത നിലവാരത്തിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. അയാളുടെ പ്രവർത്തനം എന്ന് പറയുന്നത് അമ്പലത്തിന് എടുത്തു പറയാൻ പറ്റുന്ന രീതിയിലുള്ള നേട്ടങ്ങളാണ് ക്ഷേത്രത്തിന് ഉണ്ടാക്കിയിരുന്നത്. അതേ രീതിയിൽ ഇവിടെ പ്രവർത്തിച്ച എല്ലാ വ്യക്തികൾക്കും തന്നെ നല്ല രീതിയിലുള്ള നേട്ടങ്ങൾ ദേവി കനിഞ്ഞു നൽകുന്നുണ്ട്. ഇവിടുത്തെ പ്രധാന വഴിപാട് ദേവിക്ക് കടുംപായസം ആണ്. അതുകൂടാതെ താലിയാർത്ത്, അയ്യപ്പന് നീരാഞ്ജനവും എള്ളുകിഴിയും, ലക്ഷ്യമ്മയ്ക്ക് കരിവള വെക്കുക എന്നൊരു ചടങ്ങുമുണ്ട്. പല ക്ഷേത്രങ്ങളിലും കരിവള ദേവിക്ക് ചാർത്തുന്നത് അപൂർവമാണെങ്കിൽ പനയനാറാവിൽ കരിവള ചാർത്തുന്നത് വളരെ പ്രാധാന്യമാണ്. മംഗല്യ ഭാഗം താമസിക്കുന്നവർക്ക് ദേവീ നടയിൽ വന്ന് താലി ചാർത്തി കഴിഞ്ഞാൽ ഉടൻ തന്നെ മംഗല്യഭാഗം ഉണ്ടാകുന്നതായിട്ട് ഒരുപാട് പേർക്ക് അനുഭവമുണ്ട്. അതേപോലെ തന്നെയാണ് സർപ്പത്താന്മാർ. സകല ദോഷപരിഹാരങ്ങൾക്കായിട്ട് സർപ്പത്തെങ്കിൽ ആയില്യം പൂജ നടത്തിക്കഴിഞ്ഞാൽ സർപ്പദോഷങ്ങൾ മാറിക്കിട്ടുമെന്നും മറ്റും പറയുന്നുണ്ട്. ഇവിടെ 100 വർഷങ്ങൾക്ക് മുമ്പ് പോലും ഇവിടെ സർപ്പത്താന്മാർ എന്ന് പറയുന്നത് ഇവിടെ ഇല്ലായിരുന്നു. ഇടവട്ടം പരമേശ്വരമേനോൻ എന്ന ആള് ദേവപ്രശ്നം വെച്ച് കഴിഞ്ഞപ്പോൾ ക്ഷേത്രത്തിൻ്റെ വടക്ക് കിഴക്കേ ഭാഗത്ത് സർപ്പശിലയുണ്ട് എന്ന് പറഞ്ഞു. 100 വർഷമായിട്ട് ആരും കണ്ടിട്ടില്ലാത്ത ആ ശിലയെ പറ്റി JCB കൊണ്ടുവന്ന് മാന്തി പരിശോധിച്ചപ്പോൾ 7 ശിലകൾ ഏകദേശം 5 മീറ്ററോളം എന്ന് പറയണൊക്കെ താഴ്ചയിലായിട്ട് ഇവിടെ ഉണ്ടായിരുന്നതായിട്ട് കണ്ടെത്തി. ആ ശിലകൾ തന്നെയാണ്, ഒരു കേടുപാടുകളും ഇല്ലാത്ത ഈ ശിലകൾ തന്നെയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടായിരുന്ന സർപ്പശിലയാണ് ഇവിടെ നിലകൊള്ളുന്നത്. അതിൻ്റെ ശക്തിയുടെ ഒന്നുകൊണ്ട് മാത്രമാണ് ഈ ശില വീണ്ടും കൺമുന്നിലെത്തുവാൻ നമുക്ക് സാധിച്ചത്.